എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ബലം കുറയുമ്പോൾ നിങ്ങളെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കണം. നിങ്ങൾ വീണ് കിടക്കുമ്പോൾ നിങ്ങൾ പറയണം, നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും. എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ ശക്തീകരിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളൊന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങുക, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക, യേശുവേ എന്ന് വിളിച്ചു തുടങ്ങുക. ഞാൻ ഉറപ്പ് തരികയാണ്, ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, ഇതുപോലെ അനുഭവമുള്ള ആയിരങ്ങൾ നിങ്ങൾക്ക് ചുറ്റും നിന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾ വീണ് കിടക്കുകയില്ല. നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ വിഷയത്തെ നിങ്ങൾക്ക് പ്രാപ്തി നൽകിക്കൊണ്ട്, നിങ്ങൾക്ക് കഴിവ് നൽകിക്കൊണ്ട് നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ പരാജയപ്പെടുകയില്ല, നിങ്ങൾ ജയിച്ചു മുന്നേറാൻ പോവുകയാണ്. ദാവീദ് പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഇന്നലകളിൽ നിനക്കത് കഴിഞ്ഞിട്ടില്ല, ഇന്നലകളിൽ നീ പരാജയപ്പെട്ടവനാ. പക്ഷെ ഇന്ന് പകൽ നീ അങ്ങനെയല്ല. ഇന്ന് പകൽ നീ അതിനെ ചാടിക്കടക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ദൈവം നിൻ്റെ സ്ഥിതി മാറ്റാൻ പോവുകയാണ്. ദൈവം നിൻ്റെ ദീപത്തെ കത്തിക്കും. ദൈവം നിൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നെ ശക്തി കൊണ്ട് അരമുറുക്കി നിൻ്റെ വഴിയിലെ കുറവുകളെ പരിഹരിക്കും. നിൻ്റെ കാലുകളെ മാൻപേട കാൽ പോലെ വേഗതയുള്ളതാക്കി നിൻ്റെ ഗിരികളിൽ നിർത്തുവാൻ ദൈവം ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുമ്പോൾ നമ്മിൽ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. നിങ്ങളുടെ അകത്ത് ശക്തിയുണ്ട്, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങൾ തളർന്നു പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, എവിടെയാണോ നിങ്ങൾ തളർന്നു പോകുന്നത് അവിടെ തന്നെ നിങ്ങൾ ബലം വ്യാപരിക്കും, അവിടെ തന്നെ നിങ്ങൾ കുതിച്ചുയരും. ദൈവം ഇറങ്ങി വന്നിരിക്കുന്നത് കടലിലല്ല, കടലിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ശിഷ്യന്മാരുടെ പടകാടി ഉലഞ്ഞ സമയത്ത്, പത്രോസ് കടലിൽ മുങ്ങിത്താഴുന്ന സമയത്ത് അവൻ വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവൻ കടലിലല്ല, ഇപ്പോൾ അവൻ വന്നിരിക്കുന്നത് നിൻ്റെ അകത്താണ്. നീ തകർക്കപ്പെടുന്നത് നിൻ്റെ മനസ്സിൻ്റെ അകത്താണ്, നീ തകർക്കപ്പെടുന്ന നിൻ്റെ ശരീരത്തിലാണ്, നീ ശൂന്യത അനുഭവിക്കുന്നത് നിൻ്റെ ആത്മാവിലാണ്. അവൻ നിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ അകത്ത് വസിക്കുന്നുണ്ട്. എവിടെയാണോ നിങ്ങൾ ക്ഷീണിക്കുന്നത് അവിടെ തന്നെ ദൈവം ബലം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. നീ കുതിച്ചുയരാൻ പോവുകയാണ്, നീ എഴുന്നേൽക്കാൻ പോവുകയാണ്. നിന്നെ തളർത്തുവാൻ ആർക്കും കഴിയുകയില്ല. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് ജയത്തിൻ്റെ പകലാണ്, ഇത് മുന്നേറ്റത്തിൻ്റെ പകലാണ്. ജയത്തിൻ്റെ കൊടി നിങ്ങൾ ഉയർത്തുന്ന പകലാണ്. മോശയുടെ കൈ ഉയർന്നിരുന്നപ്പോൾ, അവൻ പ്രാർത്ഥനയിൽ ശക്തിപ്പെടാൻ തുടങ്ങിയപ്പോൾ ദൈവം അവന് നിസ്സിയായി വെളിപ്പെട്ടു. എവിടെ നിന്നെ തകർക്കുമെന്നും ഒതുക്കുമെന്നും ശത്രു വാദിക്കുന്നുവോ അവിടെ തന്നെ ജയത്തിൻ്റെ കൊടി നീ ഉയർത്താൻ പോവുകയാണ്. വിശ്വസിക്കുക, ദൈവം നിന്നെ ശക്തീകരിക്കുന്ന പകലാണ്, ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്ന പകലാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.